കണക്കെന്ന സിനിമ കണ്ടിറങ്ങിയിരിക്കുകയാണ്. നല്ലൊരു മധുര പ്രതികാരം പോലെ തോന്നും. കാര്യം ശരിക്കും കണക്ക് മാഷ് പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം. അതാണ് അതിൻ്റെ ഒരു സന്ദേശം കൊടുത്തിരിക്കുന്നത്. പല വ്യതിയാനങ്ങളിലൂടെ പോകുന്ന ഒരു കഥാപാത്രം ഹരീഷ് പേരടിയുടെ, അതുപോലെ ഹരീഷ് കണാരൻ വില്ലനായിട്ട് വന്നിരിക്കുക. ഇതുവരെ നമ്മളൊക്കെ കോമഡിയിലൂടെ ശില്പിച്ച നായകൻ, അതുപോലെ നിർമ്മൽ പാലാഴി, നിഷാ സാരംഗ് ഇവരൊക്കെ മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇതിലുപരി ഹരീഷ് പേരൻ്റെ മകൻ വിഷ്ണു പേരടി ഒരു ഗംഭീര ക്യാരക്ടർ നായകനായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു നായകന് വേണ്ട എല്ലാവിധ ലുക്കുമുള്ള വ്യക്തിയാണ്, നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഗാനങ്ങളുണ്ട്. ആമിന നിജാമാണ് നായികയായിട്ട് വന്നിട്ടുള്ളത്. സെന്തിൽ കൃഷ്ണ അഭിനയിച്ചിട്ടുണ്ട്. പാട്ടുകൾ കൊള്ളാം. പിന്നെ ഇത് രാധേശ്യാം എന്ന പ്രൊഡക്ഷൻ കൺട്രോൾ, നിരവധി വർഷ സിനിമയിലെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വർക്ക് ചെയ്ത രാധേശ്യാമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഹരീഷ് പേരടിയുടെ പ്രൊഡക്ഷനാണ്. ഭാഷ എന്ന് പറഞ്ഞാൽ ഫാമിലി ഉണ്ടാകുന്ന ഒരു നാഥൻ്റെ കഥ ശരിക്കും ശ്യാമേട്ട പറഞ്ഞ് കൽപ്പിച്ചിട്ടുണ്ട്. രാമകൃഷ്ണൻ്റെ ഫസ്റ്റ് സിനിമയെന്ന് തോന്നുന്നു, ഡയറക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് സിനിമയെന്ന് തോന്നുന്നു. ഏതായിരുന്നാലും നന്നായി ചെയ്തു കേട്ടോ, നല്ല രസകരമായി ചെയ്തിട്ടുണ്ട്. ഇന്ദ്രൻസ് ഉണ്ട്, ഹരീഷ് കണാരൻ, എല്ലാവരും ഉണ്ട്. അറിയപ്പെടുന്ന എല്ലാ നടന്മാരും ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു കുടുംബനാഥൻ്റെ കഥ നന്നായി ചെയ്തു. ഒരു എന്താ പറയുക, ഹരീഷ് മറ്റേ അയാളെ നാഥനായിട്ട് അഭിനയിച്ചിരിക്കുന്ന കുടുംബനാഥായിട്ട് അപ്വാഷ് തകർത്തു എന്ന് പറയുന്നത്. കുടുംബസമേതം വന്ന് കാണുന്ന സിനിമയാണ്. കുടുംബങ്ങളുടെ നിലനിൽപ്പ് പറയുന്ന സിനിമയാണ്. നമുക്കറിയാലോ, എല്ലാവരും നമുക്ക് പുറത്തേക്ക് നമ്മൾ ചിരിച്ചു കാണിക്കുമ്പോഴും ഓരോ കുടുംബങ്ങളും ഓരോ മനുഷ്യനും ഉള്ളിലനുഭവിക്കുന്ന ഒരുപാട് വേദനകളുണ്ട്, ഓരോ EMIകളുണ്ട് അല്ലേ? അവിടെയാണ് ഈ കഥയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത് കുടുംബങ്ങൾ ഏറ്റെടുക്കേണ്ട സിനിമയാണ്. അങ്ങനെ തന്നെ ഈ സിനിമ തിയേറ്ററുകൾ നിറയ്ക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ, അതാണ് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞത്. നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ ഒരു പലിശക്കാരനായിട്ടാണ്. എന്താണ് നിങ്ങളെന്താ പറയുന്നത്? നല്ല തിരിച്ചുവരവാണ്, അത് പറയാതിരിക്കാൻ നിർത്തിയില്ല. പറഞ്ഞു നിങ്ങൾ കണ്ടിട്ട് എന്താ തോന്നിയത്? നല്ല സിനിമയാണ്. തീർച്ചയായിട്ടും നമ്മൾ വിചാരിച്ചൊരു റെസ്പോൺസ് തന്നെയാണ് ആളുകൾ തരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഏതായാലും. പ്രത്യേകിച്ച് ഹരീഷിൻ്റെ ഒരു തിരിച്ചുവരവ് എന്നുള്ളൊരു അക്ഷരാർത്ഥത്തിലുള്ള ഒരു വേറെ മാറ്റത്തിലേക്കുള്ളൊരു തിരിച്ചുവരവാണ്. ഇതുവരെ ഒരു കോമഡി ട്രാക്കിലൂടെ കളിക്കുന്ന ആൾ ഇരുകൈകൾ നീട്ടി സ്വീകരിക്കുന്ന മലയാളി പ്രേക്ഷകർ, അവർക്ക് കൊടുക്കുന്ന നമ്മൾ കൊടുത്തൊരു സാധനമാണ് നല്ലൊരു സിനിമ. അതെ, ഒരു സാധാരണ ജീവിതത്തിൽ നമ്മൾ നിത്യവും കാണുന്ന ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം കൂട്ടിച്ചേർത്തിട്ടുള്ളൊരു സംഭവമാണ്. എല്ലാവരും നല്ലൊരു പ്രതീക്ഷ ഇതിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ് വിശ്വാസം. എല്ലാവരും